ഇന്നത്തെ ധ്യാനത്തിനുള്ള തിരുവചനം 2 ശമൂവേൽ 22 17 അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. പിതാവ് നോക്കി നിൽക്കെ ഒരു കുഞ്ഞു ബാലിക ചെറിയ അരുവിയിൽ കൂടി വേച്ച് നടക്കുകയായിരുന്നു. അവളുടെ റബ്ബർ ബൂട്ട്സ് മുട്ടൊപ്പമുണ്ടായിരുന്നു. വെള്ളം തെറിപ്പിച്ച് നടന്ന് കുറച്ച് ആഴത്തിലേക്ക് നടന്നപ്പോൾ ബൂട്ട്സിൽ വെള്ളം കയറി. അവൾക്ക് ഒരടി പോലും വെക്കാൻ പറ്റാതായി. അവൾ അലറി, "ഡാഡി, ഞാൻ കുടുങ്ങി." 3 സ്റ്റെപ്പ് വെച്ച് പിതാവ് അവളുടെ അരികിൽ എത്തി. പുൽത്തകിടിയിലേക്ക് അവളെ വലിച്ചു കയറ്റി. അവൾ ബൂട്ട്സ് വലിച്ചൂരി പൊട്ടിച്ചിരിച്ചുകൊണ്ട് വെള്ളം കമിഴ്ത്തിക്കളഞ്ഞു. സങ്കീർത്തനക്കാരനായ ദാവീദിനെ ദൈവം ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ഒന്ന് ഇരുന്നിട്ട് തൻ്റെ ബൂട്ട്സ് വലിച്ചൂരി ആശ്വാസം ആത്മാവിൽ നിറയാൻ അനുവദിച്ചു. തൻ്റെ അനുഭൂതി പ്രകടിപ്പിക്കാൻ ഒരു പാട്ടെഴുതി. സുസ്ഥ്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ ശത്രുക്കളിൽ നിന്ന് താൻ എന്നെ രക്ഷിക്കും. ദൈവത്തെ തൻ്റെ പാറയായും കോട്ടയായും പരിചയായും ഗോപുരമായും പ്രകീർത്തിച്ചു. എന്നിട്ട് ഒരു കവിയുടെ ഭാവനയിൽ ദൈവത്തിൻ്റെ പ്രതികരണത്തെ വിവരിച്ചു. ഭൂമി ഞെട്ടിവിറച്ചു. ദൈവം ആകാശം ചായച്ചിറങ്ങി. അവൻ്റെ സന്നിധിയിൽ നിന്ന് മിന്നലുകളും ഇടിയും പുറപ്പെട്ടു. അവൻ്റെ ശബ്ദം ഇടിമുഴക്കി. പെരുവെള്ളത്തിൽ നിന്ന് അവനെ വലിച്ചെടുത്തു. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ ചുറ്റും എതിർപ്പുകൾ നേരിടുന്നുണ്ടാകാം. ആത്മീയമായി മുന്നോട്ടു പോകാനാകാത്ത വിധം പാപത്തിൽ പുതഞ്ഞു പോയിട്ടുണ്ടാകാം. മുൻകാലങ്ങളിൽ ദൈവം നിങ്ങളെ സഹായിച്ചത് ഓർക്കുക. എന്നിട്ട് അവനെ സ്തുതിക്കുകയും തുടർന്നും സഹായം ആവശ്യപ്പെടുകയും ചെയ്യുക. നിങ്ങളെ രക്ഷിച്ച് അവൻ്റെ രാജ്യത്തിലാക്കിയതിനാൽ പ്രത്യേകമായി നന്ദി പറയുക. നമുക്ക് ദൈവത്തോട് പറയാം. പ്രിയ സ്വർഗീയ പിതാവേ, നിരവധി തവണ എൻ്റെ സഹായത്തിനായി വന്നതിന് നന്ദി. അവിടുന്ന് എൻ്റെ ചാരെ ഉണ്ടെങ്കിൽ ഏത് പോരാട്ടത്തെയും അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിയുമെന്നറിയാൻ എന്നെ സഹായിക്കണമേ. ഗോഡ് ബ്ലെസ് യു.